കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പശ്ചിമേഷ്യയിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. യുദ്ധത്തിന്റെ കഥ പലപ്പോഴും അവസാനിക്കുന്നത് യുദ്ധഭൂമിയിലല്ല, മറിച്ച് ഔദ്യോഗിക രേഖകളിലും അക്കങ്ങളിലുമാണ് എന്ന യാഥാർത്ഥ്യം അടിവരയിരുന്ന വാർത്തകളാണ് വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്ത ദിവസങ്ങളിൽ നടന്ന കടുത്ത സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം പെന്റഗൺ പുറത്തുവിട്ട സൈനികരുടെ മരണസംഖ്യയിലെ തിരുത്തലുകൾ വലിയ രീതിയിലുള്ള സംശയങ്ങൾക്കും അന്താരാഷ്ട്ര ചർച്ചകൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. യുദ്ധകളത്തിലെ വെടിയൊച്ചകൾ നിലയ്ക്കുകയും താൽക്കാലിക വെടിനിർത്തലുകൾ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ തങ്ങൾക്കേറ്റ തിരിച്ചടികൾ മറച്ചുവെക്കാൻ എങ്ങനെയാണ് കണക്കുകൾ ഉപയോഗിക്കുന്നത് എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇറാന്റെ ശക്തമായ ആക്രമണങ്ങളിൽ 18 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സമ്മതിക്കാൻ പെന്റഗൺ നിർബന്ധിതരാവുകയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ സംഖ്യ 18-ൽ നിന്നും 14-ആയി തിരുത്തപ്പെട്ടത്. 4 അമേരിക്കൻ സൈനികരുടെ പേരുകൾ ഔദ്യോഗിക യുദ്ധമരണ പട്ടികയിൽ നിന്നും ഒരു രാത്രി ഇരുണ്ടു വെളുക്കുമ്പോഴേക്കും അപ്രത്യക്ഷമായി. ഇത് വെറുമൊരു സാങ്കേതിക പിഴവാണോ, അതോ ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷിക്ക് മുന്നിൽ തകർന്നടിഞ്ഞ സ്വന്തം ഇമേജ് വീണ്ടെടുക്കാനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ മനഃപൂർവ്വമായ ശ്രമമാണോ എന്ന ചോദ്യമാണ് ലോകമെമ്പാടും ഉയരുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യതയും പ്രഹരശേഷിയും പാശ്ചാത്യ ലോകത്തെ ഒരേ സമയം ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജോർദാനിലും ഇറാഖിലുമുള്ള വാഷിംഗ്ടണിന്റെ അതീവ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന സൈനിക താവളങ്ങളിലേക്ക് ഇറാന്റെ മിസൈലുകൾ തുളച്ചു കയറിയപ്പോൾ തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ വ്യൂഹങ്ങൾക്ക് പോലും അതിനെ തടയാനായില്ല എന്നത് അമേരിക്കയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ആ ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞ ഫസ്റ്റ് ലഫ്റ്റനന്റ് ടൈലർ ജെയിംസ് ഫിഹാൻ, സർജന്റ് ഏഞ്ചൽ റാംപസാഡ്, പ്രൈവറ്റ് ഇസബെല്ല ഗോൺസാലസ്, സർജന്റ് മൈക്കൽ ഇമ്മാനുവൽ സ്വിറ്റൻ എന്നീ സൈനികരുടെ മരണങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഇവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ എന്ന വിഭാഗത്തിൽ നിന്ന് പെന്റഗൺ മാറ്റി നിർത്തിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്നത് വ്യക്തമാണ്. പ്രസിഡന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ സൈനികർ കൊല്ലപ്പെട്ടതെന്നും അതിനാൽ ഔദ്യോഗിക യുദ്ധമരണ കണക്കിൽ ഇവരെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുമുള്ള വിചിത്രമായ ന്യായമാണ് വാഷിംഗ്ടൺ സൈനിക വൃത്തങ്ങൾ ഇതിനു പിന്നിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ 4 സൈനികർ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഇറാനിൽ ചെന്ന യുദ്ധം നടത്തിയതാണോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുത്തരം നൽകേണ്ടത് വാഷിംഗ്ടണിനാണ്. പക്ഷേ വാഷിംഗ്ടൺ കൃത്യമായ മറുപടി നൽകാതെ ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, വാഷിംഗ്ടണിന് അല്പമെങ്കിലും നാണമുണ്ടോ എന്നാണ്. കാരണം തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലി നൽകിയ 4 യോദ്ധാക്കളെയാണ് ആ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നത്. ഒരു വീരമൃത്യു പോലും അവർക്ക് ലഭിക്കില്ല എന്ന സാരം. തങ്ങളുടെ കാഷ്വാലിറ്റി വെബ്സൈറ്റിൽ ഉണ്ടായ താൽക്കാലിക ഡേറ്റ തടസ്സങ്ങൾ മൂലമാണ് ഈ മാറ്റം സംഭവിച്ചത് എന്ന് പെന്റഗൺ വക്താക്കൾ പറയുമ്പോൾ ഈ നിഷേധത്തിന് പിന്നിലെ വ്യക്തമായ തിരിച്ചടിയെക്കുറിച്ചുള്ള ഭയം വ്യക്തമാണ്. രാജ്യത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന യുദ്ധവിരുദ്ധ വികാരത്തെ ഭയന്നും ഇറാന്റെ സൈനിക മുൻതൂക്കം ലോകത്തിനു മുന്നിൽ പരസ്യമാകുന്നത് തടയാനുമാണ് പെന്റഗൺ ഇത്തരം കള്ളക്കണക്കുകൾ ഉണ്ടാക്കുന്നത്. മറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഇറാന്റെ കാര്യത്തിലേക്ക് വന്നാൽ കൃത്യമായ കണക്കുകൾ ഇറാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. അത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, പ്രമുഖ നേതാവായിക്കൊള്ളട്ടെ, അത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, പരമോന്നത നേതാവായിക്കൊള്ളട്ടെ, സാധാരണ ജനതയുമായിക്കൊള്ളട്ടെ, കൃത്യമായ കണക്ക് ഇറാൻ ലോകത്തിന് മുന്നിൽ നൽകുന്നുണ്ട്. തങ്ങളുടെ ഓരോ ജീവനും തങ്ങളുടെ രാജ്യത്തിനു വേണ്ടിയുള്ള പരമാധികാരത്തിനു വേണ്ടിയുള്ള അഭിമാന മരണമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കള്ളക്കണക്കുകളില്ല. പക്ഷേ അമേരിക്കയുടെ കാര്യത്തിൽ വരുമ്പോൾ സ്ഥിതിഗതികൾ മാറുന്നു. എന്നാൽ അമേരിക്കൻ സൈനിക ചരിത്രം പരിശോധിച്ചാൽ ഇതാദ്യമായല്ല പെന്റഗൺ യുദ്ധകളത്തിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കാൻ ഇത്തരം സ്ഥിതിവിവര കണക്കുകളിൽ തിരുത്തലുകൾ വരുത്തുന്നത് എന്ന് കാണാവുന്നതാണ്. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ അധിനിവേശങ്ങളുടെ കാലത്തു വരെ സ്വന്തം ജനങ്ങൾക്കിടയിൽ യുദ്ധത്തിനെതിരെ വൻ പ്രതിഷേധം ഉയരാതിരിക്കാൻ കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണം കുറച്ചു കാണിക്കുന്നത് വാഷിംഗ്ടണിന്റെ ഒരു സ്ഥിരം തന്ത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വാർത്തകളും വിവരങ്ങളും തത്സമയം ലോകമെമ്പാടും പ്രചരിക്കുമ്പോൾ ഇത്തരം പുകമറകൾ സൃഷ്ടിക്കുന്നത് അമേരിക്കയ്ക്ക് മുൻപത്തേക്കാൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. മറുവശത്ത് ഇറാന്റെ തന്ത്രപരമായ സൈനിക മുന്നേറ്റം, സാങ്കേതിക തികവുമാണ് ഈ സംഭവ വികാസങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിക്കപ്പെടുന്നത്. വർഷങ്ങളോളം നീണ്ട കടുത്ത ഉപരോധങ്ങളും സാമ്പത്തിക ഒറ്റപ്പെടുത്തലുകളും നേരിട്ടിട്ടും സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനിക ഡ്രോൺ, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാൻ ഇറാന് സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യവും മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ്
ഇറാൻ ഇതിലൂടെ പശ്ചിമേഷ്യയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും നൽകിയിരിക്കുന്നത്. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവ വികാസങ്ങൾ വൻ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഈ സുതാര്യതയില്ലായ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനപ്രതിനിധികളും യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളും രംഗത്തെത്തിക്കഴിഞ്ഞു. കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളോട് പെന്റഗൺ കാണിക്കുന്ന ഈ വഞ്ചനാത്മകമായ നിലപാട് ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും തകരാൻ കാരണമായിട്ടുണ്ട്. വിദേശ മണ്ണിൽ തങ്ങളുടെ അധിനിവേശ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കൻ പൗരന്മാരുടെ ജീവൻ ബലി കൊടുക്കുകയും അത് പിന്നീട് കണക്കിൽ പോലും ഇല്ലാതാവുകയും ചെയ്യുന്ന നയം വാഷിംഗ്ടണിനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ചുരുക്കത്തിൽ, പെന്റഗണിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഈ അക്കങ്ങളുടെ മാറ്റം വെറുമൊരു സാങ്കേതിക വിവര തിരുത്തല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ മാറിയ സൈനിക സമവാക്യങ്ങളുടെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെയും പരസ്യമായ തെളിവാണ്. യുദ്ധത്തിന്റെ യഥാർത്ഥ വില എന്താണ് എന്നും ആര് പറയുന്നതാണ് സത്യമെന്നും ലോകം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വാഷിംഗ്ടണിന് ഈ കള്ളക്കണക്കുകൾ ഒളിച്ചുവെക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം തങ്ങളുടെ പരമാധികാരവും പ്രതിരോധശേഷിയും തെളിയിക്കാനുള്ള ഒന്നായിരുന്നു. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളിലൂടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളിലൂടെയും തങ്ങളെ തളർത്താൻ ശ്രമിച്ച വൻ ശക്തിക്ക് തങ്ങളുടെ മണ്ണിൽ തൊട്ടാൽ പ്രത്യാഘാതം കഠിനമായിരിക്കും എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അവർ നൽകിയത്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവർ നടത്തിയ പ്രത്യാക്രമണം കേവലം വാക്കുകളിലല്ല, മറിച്ച് പ്രവൃത്തിയിലാണ് തങ്ങളുടെ സൈനിക കരുത്ത് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ തിരിച്ചടിയുടെ ആഘാതം കുറച്ചു കാണിക്കാനും സ്വന്തം ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അമേരിക്കൻ ഭരണകൂടം മരണസംഖ്യ തിരുത്തി എഴുതുമ്പോൾ അത് ആത്യന്തികമായി അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ വിശ്വസനീയതയെ പൂർണ്ണമായും തകർക്കുകയാണ് ചെയ്യുന്നത്. മരണസംഖ്യയിലെ ഈ തിരുത്തൽ വെറുമൊരു അക്കങ്ങളുടെ കളി മാത്രമല്ല, യുദ്ധത്തിന്റെ യഥാർത്ഥ നഷ്ടങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനും അവരുടെ പരാജയങ്ങൾ ഒളിച്ചുവെക്കാനും സാമ്രാജ്യത്വ ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്ന സ്ഥിരം തന്ത്രത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധക്കളത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ ത്യാഗത്തെ പോലും സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി തരം താഴ്ത്തുന്ന പെന്റഗണിന്റെ ഈ നിലപാട് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നും ഔദ്യോഗിക വിശദീകരണങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനവും പ്രതിരോധ ശേഷിയും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ വാഷിംഗ്ടണിന്റെ വാർത്താ തിരുത്തലുകൾ അവരുടെ ബലഹീനതയുടെ തെളിവായി മാത്രമേ കാണാൻ സാധിക്കൂ.